ഗുരു ഈ ആശ്രമം സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? 1912 ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അതിനുശേഷം ഇവിടെ ഗുരുവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും ഈ അദ്വൈതാശ്രമ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഗുരു 1914 കൂടിയാണ് ഇവിടെ സ്ഥിരമായി താമസിക്കുന്നതും. അതേ വർഷം തന്നെ അദ്വൈതാശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃത വിദ്യാലയം ഗുരു സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംസ്കൃത വിദ്യാലയത്തിൻ്റെ പ്രത്യേകത ജാതി മതഭേദമന്യേ ഗുരു എല്ലാവർക്കും ഇവിടെ പ്രവേശനം നൽകി എന്നുള്ളതാണ്. അക്കാലത്ത് ഇന്ന് കേരളമെന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂഭാഗത്ത് ആകെ ഉണ്ടായിരുന്നത് 2 സംസ്കൃത വിദ്യാലയങ്ങളായിരുന്നു. ഒന്ന് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലും മറ്റൊന്ന് തൃപ്പൂണിത്തറ കൊച്ചി രാജാവിൻ്റെ കീഴിലും. ഈ 2 വിദ്യാലയങ്ങളിലും പ്രവേശനം അന്ന് നൽകപ്പെട്ടത് ഹിന്ദുമതത്തിലെ സവർണരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു. ഹിന്ദുമതത്തിലെ അവർണരായ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും സംസ്കൃതം പഠിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഉടമയിലുള്ള ഒരു പൊതുവിദ്യാലയം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കുറവ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിൻ്റെ സംസ്ഥാപനത്തിലൂടെ നികത്തുകയാണ് ചെയ്യപ്പെട്ടത്. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഗുരുപ്രവേശനം നൽകി. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 10-60ഓളം കുട്ടികൾ ഇവിടെ പഠിതാക്കളായിട്ട് എത്തിച്ചേരുകയും അങ്ങനെ എത്തിച്ചേരുന്നവർ എല്ലാം തന്നെ ആശ്രമത്തോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ട ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് പഠനം നിർവഹിച്ചത്. ഈ സംസ്കൃത വിദ്യാലയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അധ്യാപകരായിട്ട് നിയമിച്ചതും അക്കാലത്തിലെ പ്രസിദ്ധരായിട്ടുള്ള സംസ്കൃത പണ്ഡിതന്മാരെയായിരുന്നു. പ്രധാന അധ്യാപകനായി തലശ്ശേരി സ്വദേശി രാമൻ ഗുരുക്കളെയാണ് ഗുരു നിയോഗിച്ചത്. രാമൻ ഗുരുക്കൾ വലിയ സംസ്കൃത പണ്ഡിതനും കവിയും ഒക്കെയായിരുന്നു. ഗുരുദേവൻ പോലും വലിയ ഗുരുക്കൾ എന്നാണ് രാമൻ ഗുരുക്കളെ അഭിസംബോധന ചെയ്തിരുന്നത്. ഈ രാമൻ ഗുരുക്കൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ശേഷം പിന്നീട് ഗുരുവിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ച് ആത്മാനന്ദ സ്വാമികളാകുകയും ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. അവിടുത്തെ മറ്റൊരു പ്രധാന അധ്യാപകനായി വന്നത് ആലുവയ്ക്ക് സമീപം കുറ്റിപ്പുഴ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള മലയാള സാഹിത്യ നിരൂപണ രംഗത്തും സ്വതന്ത്ര ചിന്തയുടെ മേഖലയിലും യുക്തിചിന്താ പ്രസ്ഥാനത്തിലുമൊക്കെ അമൂല്യമായ സംഭാവനകൾ നൽകിയ മഹാത്മാവാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തൻ്റെ സ്മരണമഞ്ജരി എന്ന ഗ്രന്ഥത്തിൽ അദ്വൈതാശ്രമ ജീവിതകാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഗുരുദേവൻ്റെ ജീവചരിത്രകാരനായ കോട്ടുകോയിക്കൽ വേലായുധൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അതുപോലെ ഗുരുദേവൻ്റെ മറ്റൊരു സന്യാസ ശിഷ്യനായി മാറിയ ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും മധ്യേയുള്ള മാമ്പുഴക്കരി എന്ന കുട്ടനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അയ്യപ്പൻ പിള്ള ഇവിടുത്തെ അധ്യാപകനായി വരികയും പിന്നീട് ഗുരുവിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് ഗുരുദേവ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായി തീർന്ന സത്യവ്രതസ്വാമികളും ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെയാണ് ഗുരു ഇവിടെ നിയോഗിച്ചത്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലൊക്കെ അമൂല്യമായ സംഭാവനകൾ നൽകിയ മഹാത്മാക്കളായി പിന്നീട് മാറുകയും ചെയ്തു. അദ്വൈതാശ്രമത്തിൽ വെച്ച് 1916 ശ്രീനാരായണ ഗുരുദേവൻ്റെ 60ാം പിറന്നാൾ വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി ആചരിക്കപ്പെട്ടു. അക്കാലത്താണ് മഹാകവി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരുസ്തവം എന്ന കൃതി രചിക്കുന്നതും ഷഷ്ട്യബ്ദപൂർത്തി ഉപഹാരമായി ഗുരുവിന് സമർപ്പിക്കുന്നതും. അക്കാലം മുതൽ ഗുരുദേവ ഭക്തരുടെ ഒരു പ്രാർത്ഥനാ ഗീതമായിട്ട് ഗുരുസ്തവം മാറുകയും ചെയ്തു.
ഗുരുദേവൻ്റെ മറ്റൊരു ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ പലപ്പോഴും വന്ന് കാണുകയും ഗുരുദേവനിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഏകജാതി സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് പന്തിഭോജനം പോലെയുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്തു. പന്തിഭോജനമെന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. അന്ന് വഴിയിലൂടെ നടക്കാൻ പോലും താഴ്ന്നതെന്ന് വ്യവഹരിക്കപ്പെട്ടിരുന്ന ചില സമുദായങ്ങൾക്ക് അവകാശമില്ലാതിരുന്ന കാലത്താണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. അത് വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കർമ്മ പരിപാടിയായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പന് നേരെ അക്കാലത്ത് വലിയ വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നു വന്നു. അതിൽ പ്രധാനികൾ ഈഴവരായിട്ടുള്ള പല യാഥാസ്ഥികരുമായിരുന്നു. അവരിൽ പലരും ഗുരുദേവൻ്റെ അനുമതിയില്ലാതെ തന്നിഷ്ടപ്രകാരമാണ് സഹോദരൻ അയ്യപ്പൻ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പ്രചരിപ്പിക്കുകയുണ്ടായി. അത് സഹോദരൻ അയ്യപ്പന് വലിയ സങ്കടമായി തീർന്നു. സഹോദരൻ അയ്യപ്പൻ ഇവിടെ അദ്വൈതാശ്രമത്തിൽ വരികയും ഗുരുവിനെ കണ്ട് തൻ്റെ സങ്കടം പറയുകയും ചെയ്തു. ഗുരു അപ്പോൾ വളരെ അനുകമ്പയോടുകൂടി തന്നെ സഹോദരൻ അയ്യപ്പന് തൻ്റെ കൈപ്പടം കൊണ്ട് ഒരു സന്ദേശം എഴുതി കൊടുക്കുകയും ചെയ്തു. മഹാസന്ദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ എന്തായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹം കഴിക്കുന്നതിലും പന്തിഭോജനം നടത്തുന്നതിലും യാതൊരു ദോഷവുമില്ല. നാരായണ ഗുരു എന്നെഴുതിയിട്ട് അടിയിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ ഈ സന്ദേശം, അതിൻ്റെ പകർപ്പുകൾ നാടെങ്ങും പ്രചരിപ്പിക്കുകയും അങ്ങനെ സഹോദരൻ അയ്യപ്പൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗുരുവിൻ്റെ അംഗീകാരമുണ്ട് എന്ന് സ്ഥാപിക്കുവാനും കഴിഞ്ഞപ്പോൾ സഹോദരനെതിരായിട്ടുള്ള എല്ലാ എതിർപ്പുകളും കെട്ടടങ്ങുകയാണ് ചെയ്തത്. ഗുരു നാം ജാതിമതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന മഹത്തായ സന്ദേശങ്ങൾ നൽകിയതും അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ഈ ആശ്രമത്തിൻ്റെ ലക്ഷ്യം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയാണ് എന്നുള്ള സന്ദേശം ഗുരു നൽകിയതും ഈ ആശ്രമത്തിൽ വെച്ചായിരുന്നു. അതുപോലെ ഗുരുവിൻ്റെ കൃതിയായിട്ടുള്ള ദൈവദശകം സംസ്കൃത വിദ്യാലയത്തിൽ പല ജാതിയിലും മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സർവമത പ്രാർത്ഥന എന്ന നിലയിൽ കൂടി ആയിരിക്കണം ഗുരു രചിച്ചിരിക്കാൻ സാധ്യത കാണുന്നത്. സഹോദര സംഘത്തിൻ്റെ വലിയൊരു സമ്മേളനം അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിലും ഗുരു ആശംസാപൂർവം ഒരു സന്ദേശം നൽകി. അത് സാഹോദര്യം സർവത്ര എന്നായിരുന്നു. അദ്വൈതാശ്രമത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഇവിടെ നടന്ന സർവമത സമ്മേളനമാണ്. ഇതിനു മുൻപ് ലോകത്ത് തന്നെ നടന്ന ഒരു സർവമത സമ്മേളനമായി പറയപ്പെടുന്നത് അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനം അമേരിക്കൻ ഗവൺമെൻറ് വിളിച്ചു ചേർത്തൊരു സമ്മേളനമായിരുന്നു. കൊളംബസ് അമേരിക്ക എന്ന ഭൂഖണ്ഡം കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിക്കാഗോയിൽ മതസമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാമി പങ്കെടുത്ത് പ്രസംഗിക്കുകയും ഉണ്ടായി. ഏതായാലും ആ സമ്മേളനത്തിന് ശേഷം പിന്നീട് ലോകത്ത് സർവമത പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടന്നത് ആലുവ അദ്വൈതാശ്രമത്തിലായിരുന്നു. ഏഷ്യയിലെ 1ാമത്തെ സർവമത സമ്മേളനം കൂടിയായിരുന്നു അത്. ആ സമ്മേളനം ഗുരുവാണ് വിളിച്ചു ചേർത്തത്. ആ സമ്മേളനത്തിൻ്റെ പ്രധാന നടത്തിപ്പ് എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് ഗുരു വലിയൊരു സന്ദേശം അവിടെ എഴുതി വെപ്പിച്ചിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു ആ സന്ദേശം. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ വന്നു ചേർന്ന എല്ലാ മതപണ്ഡിതരോടും ഗുരു നിർദ്ദേശരൂപേണ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കണം എന്നാണ്.
ശ്രീനാരായണ ഗുരുദേവനാണ് ഭദ്രദീപം തെളിച്ചുകൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന സദാശിവയ്യരായിരുന്നു 2 ദിവസം നീണ്ടുനിന്ന ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത്. ഗുരുദേവ ശിഷ്യനായ സത്യവ്രത സ്വാമികളായിരുന്നു ആ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം അവിടെ അവതരിപ്പിച്ചത്. വന്നു ചേർന്ന പണ്ഡിതരെല്ലാം തന്നെ അവരുടെ മതത്തെക്കുറിച്ച് അവിടെ പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങളെല്ലാം തന്നെ ഗുരുദേവൻ വേദിയിലിരുന്നു കൊണ്ട് കേൾക്കുകയും ചെയ്തു. പ്രസംഗങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഗുരു ലോകത്തിന് നൽകിയ മഹത്തായൊരു സന്ദേശത്തിൽ ഗുരു പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു, എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതാണ്. ഈ ആവശ്യത്തിലേക്കായി പൊതുജനങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അന്നത്തെ 5 ലക്ഷം രൂപയുടെ മൂല്യം നമ്മൾ ഇന്ന് ആലോചിച്ചാൽ എത്ര കോടി വരും എന്ന് കണക്കാക്കാൻ പറ്റും. അന്ന് സ്വർണം ഒരു പവന് 10 രൂപയിൽ കൂടുതൽ വിലയില്ലാതിരുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ 5 ലക്ഷം രൂപ സമാഹരിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതുകൊണ്ട് ആ ഗുരു വിഭാവനം ചെയ്ത മതമഹാപാഠശാലയുടെ മഹത്വം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ആചാര്യന്മാരായി വരികയും പഠിതാക്കളായി വന്നു ചേരുന്ന ജിജ്ഞാസുക്കൾ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും സാരാംശത്തിൽ എല്ലാ മതവും ഒന്ന് തന്നെയാണെന്ന് അറിയുകയും അങ്ങനെ അറിയുന്ന അറിവ് അവർ ലോകത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മാത്സര്യങ്ങളും കലഹങ്ങളും ലോകത്തില്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ പവിത്രമായ ലക്ഷ്യം. സർവമത സമ്മേളനത്തിലൂടെ ഗുരു വിഭാവനം ചെയ്തത് ഇത്തരമൊരു മഹത്തായ ലക്ഷ്യമായിരുന്നു. അദ്വൈതാശ്രമത്തിൽ പല മഹാത്മാക്കളും സന്ദർശനം നടത്തിയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുരഞ്ജന സമ്മേളനം മഹാത്മാഗാന്ധി നടത്തിയത് അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ അദ്വൈതാശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. അക്കാലത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വന്നുകൊണ്ടിരുന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ നവോത്ഥാന നായകരെല്ലാം തന്നെ അക്കാലത്ത് അദ്വൈതാശ്രമത്തിൽ വന്ന് ഗുരുവിനെ സന്ദർശിച്ചുകൊണ്ടാണ് തങ്ങളുടെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യരായ ഡോക്ടർ പൽപ്പു, കുമാരനാശൻ, ടി.കെ. മാധവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവർ അദ്വൈതാശ്രമത്തിൽ നിരന്തരം സന്ദർശനം നടത്തുകയും ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഗുരുദേവൻ്റെ സന്യാസ ശിഷ്യരുടെയും ഒരു പ്രധാന കേന്ദ്രമായി അദ്വൈതാശ്രമം നിലകൊണ്ടു. ഗുരുദേവൻ അവിടുത്തെ പിൻഗാമിയായി നിശ്ചയിച്ച ബോധാനന്ദ സ്വാമി, ഗുരുദേവൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമി, ഗുരുദേവൻ്റെ മറ്റ് സന്യാസ ശിഷ്യരായിട്ടുള്ള നരസിംഹസ്വാമികൾ, അതുപോലെ സത്യവ്രത സ്വാമികൾ, ആത്മാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ തുടങ്ങിയവരൊക്കെ തന്നെ അദ്വൈതാശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അക്കാലത്ത് നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇപ്രകാരം വിശ്വോത്തരരായിട്ടുള്ള മഹാത്മാക്കളുടെയും ഗുരുദേവൻ്റെ സന്യാസ ഗൃഹസ്ഥ ശിഷ്യരുടെയും അതിലുപരി മഹാഗുരുവിൻ്റെയും പാദസ്പർശത്താൽ പുണ്യമിയെന്ന ഭൂമിയാണ് ആലുവ അദ്വൈതാശ്രമം. അതായത് നാരായണ ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുന്നത് മതത്തിനതീതമായിട്ട് ജാതിയത ഇല്ലാതാക്കുക എന്നത്, ജാതി ചോദിക്കരുത് പറയരുത് എന്നതായിരുന്നു. ശരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ESNDP എന്ന സംഘടന വന്നതിന് ശേഷം അത് ഈഴവരെ ഏകോപിപ്പിക്കുന്ന ഒരു സംഘടനാ തലത്തിലേക്ക് പോകുമ്പോൾ അത് തികച്ചും നാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമായല്ലേ പ്രവർത്തിക്കുന്നത്? കാരണം നാരായണ ഗുരു ഈഴവരുടെ മാത്രം ഒരു ദൈവമായി മാറുകയും ഇപ്പോൾ നായർ, നമ്പൂതിരി അവർ ഇതിലേക്ക് വന്നില്ലെങ്കിൽ പോലും അത് ഈ അന്ന് പറഞ്ഞിരുന്ന ഈഴവരിൽ താഴേക്ക് എന്ന് കരുതപ്പെട്ടിരുന്ന അവരെയെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ടതായിരുന്നില്ല യഥാർത്ഥത്തിൽ നാരായണ ദർശനം എന്ന് പറഞ്ഞാൽ?
ശ്രീനാരായണ ഗുരു 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അതിന് നേതൃത്വം നൽകിയവരാകട്ടെ ഡോക്ടർ പൽപ്പു കുമാരനാശാൻ തുടങ്ങിയ മഹാരഥന്മാരായിരുന്നു. ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ഗുരു ഒരു ഈഴവ സംഘടന എന്നുള്ള രൂപത്തിലല്ല SNDP യോഗത്തിന് രൂപം നൽകിയത്. അതിൻ്റെ ഭരണഘടനയിൽ പിന്നീട് അങ്ങനെ ആരൊക്കെയോ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഗുരുവിൻ്റെ അനുമതിയോടുകൂടി അല്ല സംഭവിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യവർഗത്തെ ആകെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്നുള്ള രൂപത്തിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വിഭാവനം ചെയ്തത്. എന്നാൽ 1916 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ പറഞ്ഞത് യോഗസംബന്ധമായ തീരുമാനങ്ങൾ നാം അറിയാതെ എടുക്കുന്നതുകൊണ്ടും യോഗത്തിൽ ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും പണ്ടേ മനസ്സിൽ നിന്ന് വിട്ടിരുന്നത് ഇപ്പോൾ വാക്കാലും വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗുരു SNDP യോഗത്തിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗുരു SNDP യോഗത്തെ അങ്ങനെ അതിൽ നിന്ന് രാജിവെച്ച് അതിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. എങ്കിലും പിന്നീടും യോഗത്തിൻ്റെ പല മീറ്റിങ്ങുകളിലും ഗുരു സംബന്ധിക്കുന്നുണ്ട്. ഗുരുവിന് ആരോടും വൈരാഗ്യമോ വിരോധമോ ഉണ്ടായിരുന്നില്ല. ഗുരു എല്ലാവരെയും തുല്യരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിനൊന്നും അന്യമല്ലായിരുന്നു. ഗുരുവിൻ്റെ ദർശനം തന്നെ തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും, അന്ന് ഏത് മോഹം അന്ന് ഏത് ശോകം ഏകത്വ ദൃക്കിന് എന്ന് ഗുരു ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പരിഭാഷയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരു തൻ്റെ പേരിൽ വന്നു ചേർന്ന ധർമ്മസ്വത്തുക്കളെല്ലാം തന്നെ SNDP യോഗത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗത്തിൽ ജാത്യാഭിമാനം വർദ്ധിച്ചതുകൊണ്ട് ഗുരു യോഗത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് തൻ്റെ സന്യാസ ശിഷ്യന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ചത് തൃശ്ശൂർ കൂർക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള പ്ലാവിൻ ചുവട്ടിൽ വെച്ചാണ്. പിന്നീട് ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പേർക്കാണ് ഗുരു അവിടുത്തെ പേരിൽ വന്നു ചേർന്ന ധർമ്മസ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വെച്ചത്. അത് സന്യാസിമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിലായിരുന്നു ഗുരു അപ്രകാരം വിൽപ്പത്രം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് വർക്കല ശിവഗിരി മഠവും മഠത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായ ബ്രാഞ്ചുകളായിട്ടുള്ള അരുവിപ്പുറം ക്ഷേത്രം, ചെമ്പഴന്തി ഗുരുകുലം, ആലുവ അദ്വൈതാശ്രമം തുടങ്ങി ഏതാണ്ട് 40ഓളം ബ്രാഞ്ചുകൾ ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ കീഴിലുണ്ട്. ശ്രീനാരായണ ധർമ്മസംഘം അതിൽ സന്യാസിമാർ മാത്രമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതിൽ വരുന്ന സന്യാസിമാരുടെ ജാതിയോ മതമോ ആരും പരിഗണിക്കാറില്ല. ശ്രീനാരായണ ഗുരുവിനെ പരമഗുരുവായി ഉൾക്കൊള്ളുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം സ്വദർശനമായി സ്വീകരിക്കുകയും ശ്രീനാരായണ ധർമ്മത്തിന് അനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് ശ്രീനാരായണ ധർമ്മസംഘത്തിലെ സന്യാസി വര്യന്മാർ. ആ പാതയാണ് ശ്രീനാരായണ ധർമ്മസംഘം പിന്തുടരുന്നത്. പിന്നീട് SNDP യോഗത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രമാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല.